ഹായ് ഫ്രണ്ട്സ്, കടയിൽ നിന്ന് കിട്ടുന്നത് പോലെ കറ്റാർ വാഴ ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. അതിനായി ഞാൻ ഒരു 3 തണ്ട് കറ്റാർ വാഴയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കറ്റാർ വാഴയുടെ ആ മഞ്ഞയൊക്കെ നല്ലതുപോലെ ഒന്ന് കളഞ്ഞ് 1 മണിക്കൂർ നമ്മൾ എടുത്തുനിന്ന് കുത്തി ചാരി വെച്ചിരുന്നാൽ മതി. ആ മഞ്ഞയെല്ലാം അതിൽ നിന്ന് ഊറിപ്പോകും. അതിനുശേഷം എടുത്തൊന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ പച്ച സ്കിന്നൊക്കെ ഒന്ന് നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്താൽ ഒരു സ്പൂൺ വെച്ച് വടിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ ആ ജെല്ല് മുഴുവൻ നമുക്ക് നല്ലതുപോലെ എടുക്കാൻ പറ്റും. ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ട് 2 സൈഡും കട്ട് ചെയ്ത് 2 സൈഡിലെ ഈ പച്ച സ്കിന്ന് മുറിച്ചെടുക്കാനും എളുപ്പമാണ്. അപ്പം ഞാനിപ്പോൾ എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണിപ്പോൾ എടുക്കുന്നത്. കറ്റാർ വാഴയുടെ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നല്ലൊരു മോയ്സ്ചറാണ് നമുക്ക് സ്കിന്നിനും അതേപോലെ തന്നെ ഹെയറിനും. കറ്റാർ വാഴ നല്ല ഒരു മോയ്സ്ചറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനെ ഒരു വെള്ളത്തിലേക്കിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ പശപ്പെല്ലാം ഒന്ന് പോയി നല്ലതുപോലെ ആ ജെല്ല് നമുക്ക് കിട്ടും. തണുത്ത വെള്ളത്തിൽ നമ്മൾ ജെല്ല് ഇതുപോലെ കഴുകിയെടുക്കുമ്പോൾ അതിലെന്തെങ്കിലും ആ മഞ്ഞയുടെ അംശമുണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നമുക്ക് മാറിക്കിട്ടും. അലർജി ഉണ്ടാക്കുന്ന സാധനമാണ് ആ മഞ്ഞ. മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ വെള്ളം പോലെ നമുക്കിത് ഈ ജെല്ല് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു 1/4 സ്പൂണ് നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ എടുക്കുക. അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടുന്നത് സാൻഡംഗമാണ്. ഓൺലൈനിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഫുഡിലൊക്കെ ചേർക്കുന്ന സാധനമാണ്. യാതൊരു തര കെമിക്കലും അടങ്ങിയിട്ടില്ല. നമുക്ക് ഇത് ഒരു 1/4 സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് 3 തണ്ട് കറ്റാർ വാഴയുടെ ജെല്ലല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു 1/4 സ്പൂണ് സാൻഡംഗം എടുത്ത് ഇതിലേക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു തരിതരിയായിട്ട് കിടക്കാതെ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്ലിസറിൽ പെട്ടെന്ന് ഇത് മിക്സ് ആവും. പക്ഷെ കറ്റാർ വാഴ ജെല്ലിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഒഴിക്കുമ്പം ഇത് കട്ടയായിട്ട് കിടക്കത്തേ ഉള്ളൂ. അപ്പം ഇതിനെ ഒരു 2 മിനിറ്റ് നല്ലതുപോലെ നമ്മളൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക. ആ തരിതരിപ്പെല്ലാം ഒന്ന് മാറ്റി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച കറ്റാർ വാഴയുടെ ജ്യൂസ് നമുക്കൊന്ന് ഇളക്കാൻ സൗകര്യപ്രദമായിട്ടുള്ളൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ കൂട്ടി യോജിപ്പിച്ച സാൻഡംഗം കൂടെ ഇട്ട് നല്ലതുപോലെ വീണ്ടും നമ്മൾ ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കാരണം അത് ഒന്ന് ഇതാക്കി ഒരു പശപ്പ് വരാനൊക്കെ കൊണ്ട് നല്ല സമയം എടുക്കും. അത് ജെല്ലുമായിട്ട് ചേർന്ന് നല്ലതുപോലെ കട്ടയാകാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കണം. നമുക്കിത് സ്കിന്നിനൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ലാത്തതാണ്. ഫുഡിലെല്ലാം ഉപയോഗിക്കുന്ന സാധനമാണ് സാൻഡംഗം. വേറെ യാതൊരു പ്രിസർവേറ്റീവും നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നല്ലതുപോലെ നല്ല കട്ടയൊന്നുമില്ലാതെ നല്ല തരിതരിയായിട്ട് എല്ലാം മാറ്റി നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ എത്രയും ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു അത്രയും പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ഇത് തിക്കാകാൻ തുടങ്ങും. നമ്മൾ നല്ല ഒരു കടയിൽ നിന്നിപ്പം വാങ്ങുന്ന ജെല്ലിനെ പോലെ തന്നെയുള്ള തിക്നെസ്സിൽ നമുക്ക് കിട്ടും. ഇതിനെ നമുക്കൊരു 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ആ ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിക്കാം. വൈറ്റമിൻ ഇയുടെ ഗുണങ്ങൾ അറിയാമല്ലോ. സ്കിന്നിലെ ഡാർക്ക്നെസ്സിനും ഡാർക്ക് സ്പോട്ടിനും എല്ലാം നല്ല ഒരു ഇതാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. ഒരു 2 എണ്ണമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചത്. പിന്നെ ഒരു ചെറിയൊരു മണത്തിന് വേണ്ടി നമുക്കിതിൽ നമ്മൾ മറ്റൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ചെറിയൊരു മണത്തിന് വേണ്ടി ഞാൻ കറ്റാർ വാഴയുടെ തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ഒരു 5-6 തുള്ളി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഫ്രാഗ്രൻസ് ഓയിൽ കയ്യിലില്ലാത്തവർ അത് ഒഴിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല.
നമുക്ക് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വൈറ്റമിൻ ഇ ടാബ്ലറ്റൊക്കെ ഇതിലൊന്ന് നല്ലതുപോലെ ആഡാകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യാതെ നാച്ചുറലായിട്ട് തന്നെ എടുത്തത് കൊണ്ട് നമ്മൾ ഇതിനെ അധിക ദിവസം പുറത്ത് വെച്ചിരിക്കില്ല. അപ്പോൾ 2-3 ദിവസത്തെ യൂസിനുള്ളത് പുറത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ ഒരു കണ്ടെയ്നറിനകത്തിലാക്കി സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.